ഹലോ ഫ്രണ്ട്സ്, ഒരു ചെറിയ ഈവനിങ് വ്ളോഗ് ഉണ്ടായാലോ? അപ്പോൾ നമ്മുടെ സ്കൂളിൽ നിന്ന് ബുക്സൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കാണിച്ചതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഈവനിങ് വ്ളോഗ് നമ്മൾ കുറച്ച് ദിവസം മുന്നേ എടുത്ത് വെച്ചാണ് ഇപ്പോഴാണ് കേട്ടോ ഇടാനൊക്കെ പറ്റിയത്. അങ്ങനെ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ബുക്സ്. അപ്പോൾ ഇത്രയും ഇനി ഈ വർഷം പഠിക്കാനുണ്ടല്ലോ എന്ന് ഓർത്തിട്ടുള്ള വിഷമമൊക്കെയാണ് ഈ മുഖത്ത് കാണുന്നത്. അതൊക്കെ നമുക്ക് സെറ്റാക്കാമല്ലേ? ഓക്കെ. അപ്പോൾ നമ്മുടെ വീടിന് നേരെ ഓപ്പോസിറ്റ് ഹൈഡ്രജൻ ബലൂൺ വന്നിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. പിന്നെ നമ്മളാണെങ്കിൽ കുറച്ച് നേരം ഫോണൊക്കെ നോക്കി ഇരിക്കുകയായിരുന്നു. കുറേ നേരം നമ്മൾ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. അത് നമ്മൾ സ്പീഡ് കൂട്ടിയിട്ടു ഗൈസ്. ഓക്കെ, അപ്പോൾ ബലൂണിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ക്ലൗഡ് ട്രീക്ക് ബലൂൺ CO എന്നാണ് പേര്. അതായത് നമ്മൾ മൂന്നാറിലേക്ക് പോകുന്ന റോഡിൽ തട്ടാത്തിമുക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അത് നിങ്ങൾ ഗൂഗിളിൽ ക്ലൗഡ് ട്രീക്ക് ബലൂൺ മൂന്നാർ ചിത്രപുരം മൂന്നാർ അങ്ങനെ അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടും. അതൊക്കെ തന്നെ, അത്രേ ഉള്ളൂ. ഓക്കെ, അത് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ലൊക്കേഷൻ കിട്ടും കേട്ടോ. അപ്പം ഇനി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ബലൂൺ കാണിക്കാൻ വേണ്ടി നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ 6 PM to 11 PM ഉണ്ട്. പിന്നെ ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം 3:30 PM to 7 PM വരെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ബലൂൺ. പിന്നെ ഇത് ഇവിടെ കണ്ണിമാങ്ങ ആയിട്ടേ ഉള്ളൂ. പക്ഷേ അപ്പുറത്ത് വേറെ വലിയ മാങ്ങ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഫ്രണ്ടിൽ കണ്ണിമാങ്ങ കേട്ടോ. സോ ബലൂൺ കാണാൻ വന്ന കുറച്ച് പേരൊക്കെ അവിടെ നിൽപ്പുണ്ടായിരുന്നു. കുറച്ചല്ല, കുറേ ഗസ്റ്റ് വരുന്നുണ്ട്. നല്ല രസമാണ് കേട്ടോ. നിങ്ങൾ പറ്റുവാണെങ്കിൽ വരണം. ഇതാണ് ബലൂൺ. അത് അത്യാവശ്യം ഹൈറ്റിലൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, പിന്നെ ഞാൻ മിററിൽ നോക്കി എന്തൊക്കെയോ പറയാൻ നോക്കുന്നതാണ്, എന്താണെന്നറിയില്ല. ഓക്കെ, പിന്നെ നമ്മളാണെങ്കിൽ വിളക്ക് കത്തിക്കാനായിട്ട് ഞാൻ ലിവിങ് റൂം ഒന്ന് ക്ലീൻ ആക്കിയായിരുന്നു. അപ്പം ഇത് തന്നെ 18 മിനിറ്റ് ഉണ്ടായിരുന്നു ക്ലീനിങ്ങിൻ്റെ ഇത്. അതിപ്പോൾ ഞാൻ അത് കട്ട് ചെയ്തൊക്കെ വന്നതാണ്. അങ്ങനെ കുറച്ച് ടൈം ആക്കിയിട്ട് ഇപ്പോൾ അവസാനം 5 മിനിറ്റേ ഉള്ളൂ ഗൈസ്. ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് 32 മിനിറ്റ് ഉണ്ടായിരുന്നു. അത് ഞാൻ കട്ട് ചെയ്ത് ഫുള്ള് കുളമാക്കി അങ്ങനെ ആക്കി വെച്ചാണ്. പിന്നെ ഞാൻ അടിച്ചു വാരി പെട്ടെന്ന് വിളക്ക് കത്തിക്കണമായിരുന്നു. ടൈം ആകെ ഫുള്ള് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ടൈം ഫുള്ള് പോയായിരുന്നു. പിന്നെ അടിച്ചു വാരി, പിന്നെ ചെയറൊക്കെ നേരെ ഇട്ടു. അങ്ങനെ അപ്പം ഞാനാണെങ്കിൽ ക്ലീൻ ആക്കിയിട്ട് നിങ്ങളെയും കൂടെ ഇത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. വലുതായിട്ടൊന്നും വൃത്തിയാക്കിയിട്ടില്ല, ചുമ്മാ തുടച്ചിട്ടൊന്നുമില്ല കേട്ടോ. അടിച്ചു വാരി മാത്രമേ ഉള്ളൂ. അടിച്ചു വാരി കുടഞ്ഞ് വിരിച്ചൊക്കെ ചെയ്തു. അങ്ങനെ പിന്നെ നമ്മളാണെങ്കിൽ ഇത് തന്നെ വിളക്ക് കത്തിക്കുന്ന സ്ഥലമുണ്ടല്ലോ, അതൊന്ന് വൃത്തിയാക്കണമായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിരുന്നു. അവിടെ ഈ ചന്ദനത്തിരി കത്തിച്ചിട്ട് അതിൻ്റെ ആ പൊടിയില്ലേ, അതിങ്ങനെ വീണിട്ട് അവിടെ ഫുള്ള് കുളമായി കിടക്കുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി. അങ്ങനെ എന്നിട്ട് ഞാൻ വിളക്കൊക്കെ ഒന്ന് തുടച്ച്, വിളക്കിൽ മൊത്തം എണ്ണയും കരിയൊക്കെ പറ്റിയിരിക്കുകയായിരുന്നു. അതൊക്കെ ഒന്ന് തുടച്ച് കൊടുത്ത് വൃത്തിയാക്കി. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഫൈനൽ ലുക്ക്. ഓക്കെ, പിന്നെ ഞാൻ സിറ്റൗട്ടും കൂടെ അടിച്ചു വാരിയിട്ട് അതും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നമ്മൾ കാണിക്കണ്ടേ, എല്ലാം കാണിക്കണ്ടേ. അപ്പോൾ ഒരു വലിയൊരു പെരുമഴ കഴിഞ്ഞിട്ടിരിക്കുന്ന സമയമായിരുന്നു വൈകുന്നേരം. അതുകൊണ്ട് ഇരുട്ടൊക്കെ ഒരു 5:30 ആയപ്പോൾ തന്നെ നല്ല ഇരുട്ടായിരുന്നു കേട്ടോ. നല്ല ഇരുട്ടല്ല, അത്യാവശ്യം ഇരുട്ടൊക്കെ ആയിരുന്നു കണ്ടോ. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കാണിച്ചത്. കണ്ടോ, മഴയൊക്കെ നനഞ്ഞ് ഫുള്ള് കുളമായിരിക്കുന്നു, നനഞ്ഞ് കുതിർന്ന് ഫുള്ള്. അതിൽ നമ്മൾ ചായ കുടിച്ചു ഗൈസ്. അപ്പോൾ ഞാൻ ഇന്ന് ചായ കുടിച്ചത് കുറച്ച് ലേറ്റായിട്ടായിരുന്നു.